പോകുന്നത് കാർഗിൽ യുദ്ധം നടന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ കാർഗിൽ എന്ന് പറയുമ്പോൾ തന്നെ ഹിസ്റ്റോറിക്കലി കുറേ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ്. മാത്രമല്ല ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ കാർഗിൽ എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു മിക്സ് ഓഫ് ഇമോഷൻസ് ആണ് വരുന്നത്. അതൊരു പ്രൗഡ്നെസ് ആകാം, ഒരു റെസ്പെക്റ്റ് ആകാം, ഒരു ഭയമാകാം, അങ്ങനെ എല്ലാം കൂടി മിക്സപ്പ് ആയിട്ടുള്ളൊരു ഇമോഷൻ. ഇതിൻ്റെ അകത്തേക്ക് ശരിക്കും കയറണമെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. ID കാർഡൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. കയറുമ്പോൾ തന്നെ അവിടുത്തെ ഒരു ഒഫീഷ്യൽ ഈ ഒരു യുദ്ധത്തിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു ഹോളോ ഫ്രെയിം പോലെ ഒരു സ്ഥലമുണ്ട്. അതിനകത്ത് ഇവിടെ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും പിന്നെ അതിലുണ്ടായിരുന്ന സോൾജേഴ്സിനെ പറ്റിയിട്ടും അതിൽ ലീഡ് ചെയ്യുന്ന സോൾജേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ ഇൻഫോർമേഷൻസ് ഉണ്ട്. മാത്രമല്ല ഈ ഒരു യുദ്ധത്തിന് ബേസ് ആയിട്ടുള്ള മൂവീസും ബുക്സിനൊക്കെ പറ്റിയിട്ട് ഇതിനകത്തുണ്ട് കേട്ടോ. ഇതിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഫീൽ ആയിട്ടുള്ള എന്താ വെച്ചാൽ ഈ സോൾജേഴ്സിൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്ന പേഴ്സണൽ ലെറ്റേഴ്സൊക്കെ അവിടെ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ എന്തൊരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ. അന്ന് ഈ ഒരു യുദ്ധത്തിൽ കുറേ സോൾജേഴ്സിൻ്റെ ലൈഫ് അവർ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ സമാധി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ വന്നൊരു ഇൻഫോർമേഷൻ വെച്ചിട്ട് ഞാൻ പറയാം. അന്ന് 1999 പാകിസ്ഥാൻ LOC ക്രോസ് ചെയ്തിട്ട് ഇന്ത്യയിലെ കുറച്ച് മൗണ്ടൻസ് കോൺക്വർ ചെയ്തു. ഈ മൗണ്ടൻസ് ഒക്കെ NH1 ഹൈവേൻ്റെ അടുത്ത് കൂടിയുള്ള മൗണ്ടൻസ് ആയിരുന്നു. അപ്പോൾ ഈ NH1 എന്ന് പറയുന്നത് ശ്രീനഗർ ലേ ഹൈവേ നമ്മുടെ ഇന്ത്യക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഹൈവേ ആണ്. കാരണം ഈ ഒരു ഹൈവേയിലൂടെയാണ് കാർഗിലേക്കും ശ്രീനഗറിലേക്കും പിന്നെ അതുപോലെ കാശ്മീരിലേക്കും ഒക്കെ സപ്ലൈസ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കൺക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റർബ് ആവുമെന്ന് അവർക്ക് അറിയാം. അങ്ങനെ ശരിക്കും അവരത് കൺക്വയർ ചെയ്തു. ഇതെങ്ങനെ മനസ്സിലായതെന്ന് വെച്ചാൽ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ളൊരു ഫാർമർ പുള്ളിയുടെ ആടുകളെ ഈ മലയ്ക്ക് എന്നും വിടുമായിരുന്നു. അപ്പോൾ ഓരോ ദിവസം ആടുകളുടെ എണ്ണം കുറഞ്ഞു വന്നപ്പോൾ എന്തോ ഇവിടെ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളി ആർമീനെ ഇൻഫോം ചെയ്തു. അങ്ങനെ ആർമി ഇത് ഒബ്സർവ് ചെയ്തിട്ട് ടെററിസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധം നടത്തി നമ്മൾ ജയിച്ചു. പക്ഷെ അന്ന് കുറേ അധികം ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെയൊക്കെ സമാധിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ആ ഒരു മെമ്മറി പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു നോർത്ത് ഇന്ത്യൻ ടൂറിൽ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ കുറേ സ്ഥലങ്ങളിൽ ആർമി യൂണിഫോം ഇട്ട ആൾക്കാരെ കണ്ടു കേട്ടോ. അത് മാത്രമല്ല ആർമി ബേസും ആർമി ക്യാമ്പും പിന്നെ അതുപോലെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ആർമിയുടെ വണ്ടികളൊക്കെ ഇങ്ങനെ ഭയങ്കര കോമൺ ആയിട്ടാണ് പാസ്സായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സൗത്ത് ഇന്ത്യൻസിന് ഇതൊക്കെ ഭയങ്കര അതിശയമായിട്ടുള്ള കാര്യമാണല്ലോ അല്ലേ. കാരണം നമ്മളിത് അധികം കണ്ടിട്ടില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ ആർമി യൂണിഫോം ഇട്ട ആൾക്കാരെ കാണുമ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ കൈ പൊക്കി സല്യൂട്ട് ചെയ്യാൻ നമുക്ക് തോന്നും കേട്ടോ. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഒരു റെസ്പോൺസ് എന്താണെന്നറിയോ, ഈ ഓരോ ആർമി ഒഫീഷ്യൽസ് നമ്മളെ തിരിച്ച് സല്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. ശരിക്കും ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് വളരണം. ഈ ഒരു ആർമി ബേസിനെ പറ്റിയിട്ടും ആർമീൻ്റെയും എയർ ഫോഴ്സിൻ്റെയും നേവീൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ അറിഞ്ഞ് വളരണം.